ഹലോ, ഇന്ന് നമുക്കൊരു ഡെസേർട്ട് ഐറ്റം ആക്കിയാലോ. ക്യാരറ്റ് ഹൽവയാണ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പാൻ ചൂടാവാൻ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 ടു 2 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, ഞാനിവിടെ 4-5 ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഇച്ചിരി നെയ്യും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വരണം, അതുവരേക്കും ഒന്ന് വഴറ്റി എടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഇതിനകത്തേക്ക് പാലാണ് ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഏകദേശം ഒരു 1 ടു 1.5 കപ്പ് പാൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. പാലായതുകൊണ്ട് ജസ്റ്റ് തിളച്ച് ഇങ്ങനെ മുകളിലോട്ട് മറിഞ്ഞ് വരും കേട്ടോ. അപ്പം അതിനനുസരിച്ച് തീയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇനി ഇതിനകത്തേക്ക് പഞ്ചസാര ഇടുക. ഞാൻ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ അടച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ കുറച്ച് സമയം എടുക്കും കേട്ടോ. ഗ്യാസിൽ ചെയ്യുമ്പോൾ ഇച്ചിരി സമയം എടുക്കും. വീണ്ടും നന്നായിട്ടൊന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് ഏലക്കായ ഇട്ട് കൊടുക്കുക. 2 ഏലക്കായ ഞാൻ ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് പൊടിച്ചിട്ട്. ഇതുപോലെ നമ്മുടെ പാല് ഫുൾ വറ്റി വരണം കേട്ടോ. ഈ ഒരു പാകം വരെ നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ അലുവേൻ്റെ ടെക്സ്ചർ വരുന്നുണ്ട്. ഇതിലേക്ക് ലാസ്റ്റിൽ ഞാനൊരു ടീസ്പൂൺ നെയ്യ് വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ പാല് ഫുള്ള് എവോപ്പറേറ്റ് ചെയ്ത് പോയി നല്ലൊരു ഹലുവ ടെക്സ്ചർ വരണം. അപ്പം നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡിയാണ്. ഒത്തിരി ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.